നമസ്കാരം. നമ്മൾ കേരളത്തിലെ തന്നെ വിവിധ ഭാഗങ്ങളിലെ തിരുവാതിര ആഘോഷങ്ങൾ കണ്ടു. ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നത് പൂർണ്ണേന്ദുവിൻ്റെ തന്നെ തിരുവാതിര ആഘോഷങ്ങളാണ്. അത് വള്ളുവനാടൻ ചിട്ടയിലാണ് ആഘോഷിക്കുന്നത്. തിരുവാതിരയുടെ ഐതിഹ്യങ്ങളും ചടങ്ങുകളുടെയും പിറകിലുള്ള കഥകളെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവർക്കും നെടുമംഗല്യം ആശംസിച്ചും കൊണ്ട് വള്ളുവനാടൻ തിരുവാതിര ആസ്വദിക്കാം. തിരുവാതിരയുടെ ചടങ്ങൊക്കെ തുടങ്ങാറായി. തിരുവാതിരയുടെ തൊട്ട് മുമ്പുള്ള അശ്വതി നാള് മുതലാണ് തുടിച്ചുകുളിയൊക്കെ തുടങ്ങുക വള്ളുവനാടൻ ഭാഗത്തേക്കൊക്കെ. അതുപോലെ തുടിച്ചു കുളിക്കാൻ പോകുമ്പോൾ അഷ്ടമംഗല്യം, വിളക്ക്, അഷ്ടമംഗല്യത്തില് പുടവ, നെല്ല്, അരി, ദശപുഷ്പം, വെറ്റില, ആടിയ ചാന്ത്, കൺമഷി, ചന്ദനമുട്ടി, വാൽക്കണ്ണാടി ഒക്കെയാണ് വയ്ക്കുക. കുളത്തിൻ്റെ തീരത്ത് അല്ലെങ്കിൽ ആറിൻ്റെ തീരത്ത് അഷ്ടമംഗല്യം വയ്ക്കും. എന്നിട്ട് എല്ലാവരും തുടിച്ചു കുളിക്കും. ആദ്യം ഗംഗ ഉണർത്തണ പാട്ട് ദേവി ചെറുകൂളത്തിൽ കുളിപ്പാരുന്നു, ശ്രീ പാർവതി നീരാടുന്നു, പോരിൻ പോരിൻ തോഴിമാരെ, ധനുമാസത്തിൽ തിരുവാതിര ഭഗവാൻ തന്റെ തിരുനാളാണ്. കഴിഞ്ഞിട്ട് മലര് വറക്കുമ്പോഴാണ് കുട്ടികളുടെ ആഹ്ലാദ പ്രകടനമൊക്കെ ആ സമയത്താണ് ഉണ്ടാവുക. ചക്കള്ളൊത്ത തീരുമെനിയും നിന്റെ പിച്ചക്കളികളും കാണുമാറാകണം, ശ്രീപത്മനാഭമുകുന്ദമുരാന്തക നാരായണ നിന്മേ കാണുമാറാകണം. ശുദ്ധായിട്ട് മുങ്ങണം. ശുദ്ധായി മുങ്ങിയിട്ട് മഞ്ഞളും ഉണങ്ങിയ ഉണക്കും കുരു എടുത്തിട്ട്, ഇതാണ് ഇത് പച്ചയാണ് കേട്ടോ. ഇപ്പൊ ഉണങ്ങിയത് ഞങ്ങൾക്ക് കിട്ടിയില്ല, കാരണം ഇത് പച്ചയാണ്. അതിന്റെ ഉള്ളിലത്തെ കുരു എടുത്തിട്ട് മഞ്ഞളും ഈ കുരും കൂടി ചേർത്ത് അരച്ച് മുഖത്ത് തേക്കണം. അപ്പൊ നല്ലൊരു മയം വരും, സ്നിഗ്ധത വരും മുഖത്തിന്. എന്നിട്ട് അത് കഴിഞ്ഞ് 108 എണ്ണി കിഴക്കോട്ട് തിരിഞ്ഞിട്ട് 108 എണ്ണി കുടിക്കണം. നമശിവായ 1, നമശിവായ 2 എന്ന് പറഞ്ഞിട്ട് 108 എണ്ണി കുടിക്കണം. അത് കഴിഞ്ഞ് കയറിയിട്ട് അലക്കിയ തോർത്തുകൊണ്ട് തോർത്തി നമ്മള് അലക്കിയ മുണ്ടുടുത്തിട്ട് ആവണക്കും പലകയിൽ ഇരുന്നിട്ട് ആദ്യം വസ്ത്രം ഉടുക്കലേണ്ട് കാല് കഴുകുക. അത് കഴിഞ്ഞ് കറുക ചൂടിയിട്ട് കണ്ണെഴുതി ചാന്ത് വിടുക. എന്നിട്ട് മുടി വലത്ത് ഭാഗത്ത് പിന്നില് തിരികണം, കെട്ടിവെച്ച മുടി തിരികണം. അങ്ങനെ ചെയ്യണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മകീരം നാളിന്റെ വൈകുന്നേരം തിരുവാതിര തുടങ്ങിച്ചാൽ അന്ന് പകലുണ്ണണം. രാത്രി അതിനുശേഷം നമ്മൾ അരിഭക്ഷണം പാടില്ല. അപ്പൊ പകലുണ്ണും. എന്നിട്ട് പകലുണ്ടിട്ട് മകീരം തിരുവാതിര തുടങ്ങുന്ന സമയത്ത് എന്തായാലും പറഞ്ഞ വരഗീത് ഉണ്ടാക്കും. പിന്നെ 108 വെറ്റില. സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണതല്ല, അത് വലിയ വലിയ ഇതാവും. തിരുവാഴിയോടൻ വെറ്റിലുണ്ട്, ചെറിയതാ. അത് എണ്ണി ഓരോ ഇതാണ് ചെറിയ വെറ്റില. ഇതാദ്യം തന്നെ കുറെ 108 വെറ്റില ഇങ്ങനെ റെഡിയാക്കി വെക്കും. കുറെ ആൾക്കാർക്ക് അവിടെ ഉള്ളവർക്കൊക്കെ വേണം. അപ്പൊ അത് കാരണം കൊണ്ട് 108 എണ്ണി വെക്കും. എന്നിട്ട് അതും മേടിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മള് 3 കൂട്ടും. സാധാരണ വെറ്റിലയുടെ പുറത്താണ് നമ്മൾ ചുണ്ണാമ്പ് തേക്കുക, പക്ഷെ തിരുവാതിരയ്ക്ക് അകത്താണ് തേക്കുക എന്നാണ് കാർമ്മമാര് പറഞ്ഞു തന്ന ഓർമ്മ. പിന്നെ ഞെട്ടി പൊട്ടിക്കാതെ 3 കൂട്ടും. എന്നിട്ട് അത് കഴിഞ്ഞ് ആദ്യം 3 എണ്ണം, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ആവാം. ഇത് നമ്മൾ ഓരോരുത്തരും എടുക്കണത് ആ 108 വെറ്റില വേറെ ആളാന്ന് എടുക്കാൻ പാടില്ല. അതിന്ന് നമ്മൾ തന്നെ ഉപയോഗിക്കാം. അതങ്ങനെ പിറ്റേ ദിവസം തിരുവാതിര കഴിയണ വരെ നമുക്കത് ഉപയോഗിക്കാം. ഒരുമിച്ച് കഴിക്കണ്ട, 3 കൂട്ടണ്ട. ദിവസം തിരുവാതിര കഴിയണ വരെ ഇത് നമുക്ക്. പിന്നെ രണ്ടാളും കൂടെ പുത്തൻ തിരുവാതിരക്കാണെങ്കിൽ രണ്ടാളും പുത്തൻ തിരുവാതിരക്ക. മറ്റതില്ല. പുത്തൻ തിരുവാതിരക്കാന്ന് വെച്ചാൽ 2 പേരും വധൂവരന്മാര് ഒരുമിച്ചിരുന്ന് ചെയ്യാനോ പതി.
പിന്നെ അത് കഴിഞ്ഞ് പാതിരാപ്പൂവ് ചൂടുക. പാതിരാപ്പൂവ് ചൂടുക എന്ന് പറഞ്ഞാൽ ചുവന്ന പൂവ്, കൊടുവേലി പൂവ്. അതും പിന്നെ അടയ്ക്കാമണി എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട്. ഒരു വൈലറ്റ് കളറിലാണ് ഈ അടയ്ക്കാമണിയുടെ കായ. മുകളിലേക്ക് ചന്ദ്രനെ നോക്കി എറിഞ്ഞിട്ട് അത് താഴത്തേക്ക് വീണതിന് മുന്നേ നമ്മൾ നമസ്കരിക്കണം. അപ്പൊ നല്ല രസമായിരുന്നു. കുട്ടികളൊക്കെ നിറയണ്ടെങ്കിൽ അവിടെ ആകൊരു ലഹളയാവും ആ സമയത്ത് അവിടെ. പിന്നെ വേറൊരു ഇത് വള്ളുവനാട്ടില് കാണാം. അത് തെക്കോട്ടും വടക്കോട്ടും ഉണ്ടോന്ന് അറിയില്ല. ചോഴി പറഞ്ഞിരുന്നുണ്ട്. ഈ കാലത്തെ എന്താ വാഴയുടെ ഉണങ്ങിയ ഇലയൊക്കെ മേത്ത് വെച്ച് കെട്ടിയിട്ട് അവര് കുട്ടികളാണ് ആ വേഷം കെട്ടിയ തോന്നുന്നുണ്ട്. നമുക്ക് രൂപമൊന്നും മനസ്സിലാവില്ല ആരാന്നൊന്നും. മേല് മുഴുവൻ ഇത് വാരി കെട്ടിയിട്ട് ഉണങ്ങിയ ഇല. അത് വേറെ ഒരു ഉദ്ദേശം ഉണ്ടാവുന്നാണ് എനിക്ക് തോന്നുന്നത്, അറിയില്ല. തിരുവാതിരക്കാലത്ത് മാത്രമേ അത് തിരുവാതിരക്ക് മാത്രമേ ഉള്ളൂ. കാരണം ആ സമയത്താണ് ഈ വാഴകളുടെ ഇതൊക്കെ ഇങ്ങനെ ഇതൊക്കെ നിറയുണ്ടാവും, ഉണങ്ങിയ ഇലകളും. അതെ അതെ. അപ്പൊ നമ്മുടെ ഈ കാലത്ത് അടിച്ചു കൂട്ടി കത്തിക്കുക ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു ഭാഗമാവാം ചോഴി. അതെന്തെങ്കിലും അറിയില്ല അതിന്റെ എന്താണ്. അത് ഈ വള്ളുവനാട്ടിലുണ്ട്. ബാക്കി തെക്കോട്ടും വടക്കോട്ടും അറിയില്ല ഉണ്ടോ അല്ലേ. ആ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ തിരക്കിന്റെ സമയത്താണ് അവരും വരുന്നത്. അതെ അതെ. എന്നിട്ട് അവർക്ക് അവകാശപ്പെട്ട നെല്ല് എന്താ ചത് കൊടുക്കും, നെല്ല് മുണ്ടൊക്കെ കൊടുക്കും. അതെ അതെ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മള് ഇതൊക്കെ കഴിഞ്ഞ പിന്നെ കൈകൊട്ടിക്കളി, തിരുവാതിരക്കളി. അത് എത്ര നേരം വെളിച്ചാ കളിക്കാം. പുത്തൻ തിരുവാതിരക്കാരൊക്കെ ആണെങ്കിൽ വെളിച്ചാവണ വരെ ചിലപ്പോൾ കളിക്കും. എന്റെ ഇതിനൊക്കെ വെളിച്ചാവണ വരെ കളിച്ചു. പിന്നെ അങ്ങനെ കുളത്തിൽ പോയി ഇതാണ് ഉണ്ടായിരുന്നത്. കുളിയും ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറിയും ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിൽ പോവും. അമ്പലത്തിൽ പോയിട്ട് ഇളനീരും ചെറുപഴം, നേന്ത്രപ്പഴം ആ കാലത്തൊന്നും, ഓണക്കാലത്ത് മാത്രമേ നേന്ത്രപ്പഴം കിട്ടുള്ളൂ. ഈ കാലത്ത് ചെറുപഴമാണ്. അപ്പൊ നമ്മൾ ചെറുപഴവും ഇളനീരും ആദ്യ ഇളനീരും ഉണ്ടാവും. അതൊക്കെ കഴിച്ചിട്ട് സ്വഗൃഹത്തിലേക്ക് പോവും അമ്പലത്തിൽ. എന്നിട്ട് വീട്ടിലേക്ക് കയറുന്നതിന് മുന്നേ ഊഞ്ഞാലാടണം എന്നാ പറയുന്നത്. ഊഞ്ഞാൽപ്പാട്ടുണ്ട്. ഒന്നേമ്പോൾ ഓരാണ്ടു കൂടുമ്പോൾ തിരുവാതിര, രണ്ടേമ്പോൾ രാവും പകലും തിരുവാതിര, മൂന്നേമ്പോൾ മൂവാളുയരത്തിൽ ഊഞ്ഞാലിട്ടു. മൂവാളുയരത്തിൽ ഊഞ്ഞാലിട്ടു പറയുന്നത് എനിക്ക് തോന്നുന്നത് പണ്ട് മുളൊഴിഞ്ഞാലിടും. ഇനി അതാണോ എനിക്കറിയില്ല. തിരുവാതിരക്ക് നട്ട് നമ്മള് സദ്യ തന്നെ വേണം. അരിഭക്ഷണം ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. നേന്ത്രക്കായ വറക്കണതിന് പകരം പടറ്റുകായ എന്നാണ് പണ്ട് പറയും. ഇപ്പൊക്കെ ചെറുകായ എന്നാണ്. പടറ്റുകായ വർക്ക്, പപ്പട എല്ലാം വേണം. പുഴുക്ക്, മോരൊഴിച്ച കൂട്ടാൻ. അതെ. പിന്നെ പായസം. അതെ, ഗോതമ്പ് പായസം ഒക്കെ. സദ്യക്ക് ഗോതമ്പ് പായസം. അങ്ങനെയൊക്കെയാണ്. പിന്നെ പിറ്റേ ദിവസം ഇതുപോലെ നേരത്തെ നീട്ട് കുടിച്ചു അല്ലേ. സദ്യ ഇല്ല പിറ്റേ ദിവസം. സദ്യ തിരുവാതിര കഴിയുമ്പോ വിടർത്തലോ നോമ്പ് ഇല്ല. അന്നത്തെ ദിവസം മുഴുവൻ വേണം. തിരുവാതിര ഉച്ചയ്ക്ക് കഴിഞ്ഞാലും അന്നും നോൽക്കണം. അങ്ങനെയല്ലേ പറയാൻ അല്ലേ. അതെ അതെ. എന്നിട്ട് പിറ്റേ ദിവസം ഇതുപോലെ ശ്രീഭാരതനെ പറഞ്ഞാളാന്നാ തോന്നണ അല്ലേ. പുണർദം അങ്ങനെ ഓരോ പറഞ്ഞ ഓരോ കേട്ട ഓർമ്മയുണ്ട്. അന്നും പിടിച്ചു കുളിക്കില്ലേ. അതെ, അന്നും ഇതുപോലെ തന്നെ നേരത്തെ പോയി പിടിച്ചു കുളിച്ച് ഈ പറഞ്ഞ പ്രകാരമൊക്കെ ചെയ്ത് പിന്നെ ഇല്ല പുണർദത്തിന്റെ അന്നും കൂടി അല്ലേ ഉള്ളൂ. അത്രയല്ലേ ഉള്ളൂ. പിന്നെ അടുത്ത കൊല്ലത്തേക്കുള്ള കാത്തിരിപ്പ്.